സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതിന് എന്തെങ്കിലും പരിധിയുണ്ടോ? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സേവിങ്സ് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതിന് പ്രത്യേകിച്ച് പരിധികളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. 50,000 രൂപയേക്കാൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് പാൻ കാർഡ് ആവശ്യപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ട്രാൻസാക്ഷൻസ് SFT റൂൾസ്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രകാരം റിപ്പോർട്ട് ചെയ്യേണ്ടതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തത്തോടെ ബാങ്ക് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് വരുന്ന ബാധ്യത? നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള വർഷത്തെ ക്യാഷ് ഡെപ്പോസിറ്റിന്റെ ആണ് എങ്കിൽ ആ വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ക്യാഷ് ഡെപ്പോസിറ്റ്, അധികമുള്ള ക്യാഷ് ഡെപ്പോസിറ്റിനെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയും അതിന്റെ 137% വരെ ടാക്സ് അല്ലെങ്കിൽ പെനാൽറ്റി ആയിട്ട് ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താലും ഫയൽ ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് ഈ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്കൊരു നോട്ടീസ് വരാം. അത് സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ടുള്ള നോട്ടീസാണ്. അപ്പോൾ ആ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു ഈ ക്യാഷിന്റെ സോഴ്സ്, എങ്ങനെയാണ് ഈ ക്യാഷ് നമുക്ക് കിട്ടിയത്, ഈ സോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് ഓൺലൈനായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പരിധികളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് പരമാവധി കുറയ്ക്കുക, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ ഇൻകം ടാക്സുകാർ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ ഉത്തരം പറഞ്ഞാൽ നമ്മളൊരു നോട്ടപ്പുള്ളി ആവുന്നതിനേക്കാളും ഭേദം ന്യൂട്രലി അങ്ങോട്ട് പോവല്ലേ.